തിരമാലകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് കടന്നു വരുന്നത് പോലെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒന്നിനു പിറകെ ഒന്നായിട്ട് കടന്നു വരാം. നമ്മെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ഉറ്റവരും ഉടവരും ഒന്നും വരത്തില്ല. അവരെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? കയ്യിൽ കെട്ടിയ ഓടാത്ത വാച്ച് പോലെയാണ് ബന്ധങ്ങളും സ്വന്തങ്ങളും. കയ്യിൽ വാച്ചുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. എന്നാൽ മറുഭാഗത്ത് നമ്മൾ നോക്കുക, അവിടെ മീൻ പിടിക്കാൻ പോകുന്ന ആ സഹോദരങ്ങൾ, തിരമാലകൾ എത്ര ഉയർന്നു വന്നാലും വള്ളവും വലയും പങ്ങായും എടുത്തുകൊണ്ട് ആ തിരമാലകളെ കീറി മുറിച്ച് മുന്നിലോട്ട് പോവുകയാണ്. എന്നാലേ അവിടെ കുടുംബത്തിൽ അന്ന് ആഹാരമുണ്ടാകും. ജീവിത പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ പകച്ചു നിൽക്കാതെ പ്രതിസന്ധികളെ മറികടക്കുക. അതിനാരാ വേണ്ടത്? ദൈവത്തെ മുറുകെ പിടിക്കുക. മോശ എന്താ ചെയ്തത്? പ്രതിസന്ധി വന്നപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ അവിടെ എന്താ സംഭവിച്ചു? ചെങ്കടൽ രണ്ടായി പിളർന്നു. അന്നുവരെ അവർ കാണാത്ത ഒരു പുതിയ പാത കണ്ടെത്തി. അതിലൂടെ അവർ യാത്ര ചെയ്തു. ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തെ മുറുകെ പിടിക്കുക. ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കും, പാതയൊരുക്കും, നിന്റെ പ്രശ്നങ്ങളെ മാറ്റും. ദൈവത്തിൽ ചേർത്ത് പിടിക്കുക. ദൈവം നമ്മെ ചേർത്ത് പിടിക്കുക.